Hello everyone, Sadiq Fadi here. Imagination Cubeന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസിലോട്ട് കിടക്കാം. സ്റ്റീഫൻ ബ്രുണ്ടേജ് എന്ന് പറയുന്ന ഗ്രേറ്റ് മെജീഷ്യന്റെ ക്യൂബ് 3 എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കിനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇമാജിനേഷൻ ക്യൂബ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസിലോട്ട് കിടക്കാം. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കേരളത്തിലെ ഒരു മെന്റലിസം കോഴ്സുകളിലും നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന്. കാരണം ഇവിടെ ഉള്ള നല്ല ശതമാനം ആൾക്കാർക്കും ക്യൂബ് 3 എന്താണെന്ന് പോലും അറിയത്തില്ല. ഇനി അത്രയും ക്വാളിറ്റിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പണി ഇവിടെ വെച്ച് നിർത്തും. സോ ലെറ്റ്സ് ട്രൈ ഇമാജിനേഷൻ ക്യൂബ്. സോ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലൊരു പൗച്ച് എടുക്കുക. സോ എല്ലാ സൈഡും മിക്സ് ആയിട്ടിരിക്കുന്ന ക്യൂബിനെ കാണിക്കുക. ദെൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ലൈറ്റായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക, ഇടുക. ഇട്ടതിന് ശേഷം വാച്ച് ഓൾ ഓഫ് എ സ്നാപ്പ്. നമ്മൾ നോക്കുമ്പോഴത്തേനും വെരി സ്ലോലി നമുക്ക് കംപ്ലീറ്റ്ലി സോൾഡ് ആയിട്ടുള്ള ഒരു ക്യൂബ് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ സാധനം ചെയ്യാൻ പറ്റുന്നത്. സോ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പിന്നെ ഈ വാലറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇതിവിടെ വെച്ചേക്കരുത്. നമ്മൾ നൈസായിട്ട് ഇത് മാറ്റണം. കാരണം ആൾക്കാർ ഇതിൻ്റെ അകത്തുള്ള മറ്റേ ക്യൂബ് അവർ കാണും. സോ ഈ എഫക്റ്റിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ കേസ് ആരെങ്കിലും ചോദിക്കുകയാണ് ഈ കവർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ക്യൂബും ഇല്ല ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുക്കാം. സോ ഗൈസ് ലെറ്റ്സ് കം ടു ദ പോയിന്റ്. സോ ഗൈസ് ക്യൂബിൻ്റെ ഈ എഫക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ലെതറിൻ്റെ ഒരു വാച്ച് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ 200 മീറ്ററിൻ്റെ ഒരു ടേപ്പ് വേണം. അതുപോലെ തന്നെ കട്ടിയുള്ള മെറ്റലായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്മാർട്ട് വാച്ച്, പിന്നെ എഡ്ജ് ഡിസൈനിലുള്ള ഒരു ഫോൺ, പിന്നെ ഇതുപോലെ ഒരു വുഡിൻ്റെ ഒരു ബോക്സ്. ഇത്ര ഐറ്റംസുകളാണ് ഈ എഫക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വേണ്ടത്. ജസ്റ്റ് കിഡിങ്, ഇതൊന്നും വേണ്ട കേട്ടോ. ആകെ നിങ്ങൾക്ക് വേണ്ടത് 40,000 രൂപ വില വരുന്ന ഇതുപോലത്തെ ഒരു ഡയമണ്ട് കട്ടിങ്സ് ഉള്ള ക്യൂബ്സ് ആണ്. ജസ്റ്റ് കിഡിങ്. ആകെ ഒരു 200 രൂപയുടെ ഇങ്ങനത്തെ ഒരു നോർമൽ ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എഫക്റ്റ് അതിമനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. ഈ എഫക്റ്റ് മൾട്ടിപ്പിൾ പ്രസൻറ്റേഷനിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമാവാൻ ചാൻസ് ഉണ്ട്. അത് ഇത്രേ ഉള്ളൂ, ഈ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കണം. പോരുത്, ഞാനുള്ള വഴി പറഞ്ഞുതരാം. ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ക്യൂബ് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് 3x3 ക്യൂബ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് യൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ എല്ലാ ഡീറ്റെയിലും അറിഞ്ഞിരിക്കണം. നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണെങ്കിൽ പോലും ആ വണ്ടി എത്ര CC ആണ്, അതിന് എത്ര വീലുണ്ട്, അതിന് എത്ര ടയറുണ്ട്, അതിന് ഹോൺ ഉണ്ടോ, അതിൻ്റെ എൻജിൻ എന്താണ്, അതിന് ഗിയർ ഏതാണ്, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അതിൽ കുറച്ചുകൂടി എക്സ്പേർട്ടാണ്, ഒരു പ്രോ ആവാൻ പറ്റും. സോ ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് സൈഡ് ഉണ്ടോ നോക്കണം. വൈറ്റ് സൈഡിനെ താഴോട്ട് വെക്കണം. ആദ്യം വൈറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. എങ്ങനെ വൈറ്റ് കംപ്ലീറ്റ് ചെയ്യാം? ആദ്യം കണ്ടോ ഗ്രീനുകളെ അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ ദാറ്റ്സ് എ ബ്ലൂസിനെ ലൈനാക്കി. ദെൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചു. ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ ഒരു 1% നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1% കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ലെയറുകൾ നമ്മൾ സോൾവ് ചെയ്യണം. അടുത്ത എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? എൻ്റെ നഖം ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. അടുത്ത ലെവല് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ലൈക്ക് ദിസ്. നമുക്കിങ്ങനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നമുക്ക് അടുത്ത ഇവിടെ ഇത്ര സോൾവായി, ഇവിടെ സോൾവായി, അപ്പോഴത്തേന് ഇവിടെ പോയി. അപ്പോൾ അവിടെ പോയതിന് നമുക്ക് എങ്ങനെ പിടിക്കാം? നിങ്ങളിപ്പോൾ കിളി പോയിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഇവനിത് എന്തുവാണ് ഈ കിടന്ന് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ ഇപ്പോൾ ഒരു 50% നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും കൂടെ മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്തിയിരിക്കുന്നു. എടാ, നീ ഇങ്ങനെ കിടന്ന് കാണിക്കാത്തത് പറഞ്ഞാടെ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അതായിരിക്കും നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. ഡൺ. സോ ഇത്ര എളുപ്പമാണ് നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട്. സോ ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സോ ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ നല്ല വീഡിയോസുകൾ യൂട്യൂബിലുണ്ട്. പറ്റുവാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനും നല്ലൊരു വീഡിയോ ഇട്ടേക്കാം. പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക, ഇത് പഠിക്കുക. നിങ്ങൾക്കൊരു ഒരു മാസം വേണ്ട, ഒരു 3 ആഴ്ചകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്യൂബ് സോൾവ് ചെയ്യുന്ന പഠിക്കുക. ഇത് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്കിത് ഭയങ്കര വർത്താവും. നിങ്ങളുടെ ലൈഫിലാണെങ്കിലും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഇത്. ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ലാത്തൊരു സ്കില്ലായിരിക്കും. എവിടെയും നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഗ്രൂപ്പിൽ നമ്മളുടെ സ്റ്റുഡൻസ് ആരെങ്കിലും ഇതുപോലെ ക്യൂബ് പഠിച്ചാൽ ഇന്ന് മുതൽ തുടങ്ങി 3 ആഴ്ചയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ അവാർഡ് തരുന്നതായിരിക്കും. ഞാൻ പെർഫോം ചെയ്യുന്ന പോലെ
തൊട്ട് മുകളിൽ കാണിച്ചേക്കുന്ന വീഡിയോ പോലെ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ 500 റുപ്പീസിൻ്റെ ഒരു ക്യാഷ് അവാർഡോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഒരു പർച്ചേസോ ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. കാരണം നിങ്ങളിത് പഠിക്കണം. സമയം എടുത്താണെങ്കിലും ഓഫീസിൽ ഇരുന്നാണെങ്കിലൊക്കെ ചുമ്മാ ഇത് കൈ കൊണ്ട് കിടക്കാം, സ്റ്റാർ ആവാം. ഇതൊരു പ്രചോദനമായിരിക്കട്ടെ. സോ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് പോർഷനിലോട്ട് വരാം. ക്യൂബിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്യൂബിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ എഫക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനാണെങ്കിലും മോളിൽ കാണിച്ചിരിക്കുന്ന പെർഫോമൻസ് ആണെങ്കിലും ഏത് മെൻ്റലിസ്റ്റുകളാണെങ്കിലും അവർ ക്യൂബിലൊക്കെ ഒരുപാട് നാൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കാരണം അത് അവർക്ക് സ്റ്റേജിൽ ചെയ്യേണ്ടതായതുകൊണ്ട്, ആൾക്കാരെ ഞെട്ടിക്കാനുള്ളതായതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കുത്തിയിരുന്ന് ഇങ്ങനത്തെ സ്കില്ലുകളെല്ലാം പഠിക്കും. അപ്പോഴാണ് ഒരു പ്രോ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത്. സോ എന്താണ് ഈ കൈയുടെ ബാക്കിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാലറ്റിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ എൻവലപ്പിലോട്ട് ഇടുമ്പോഴത്തേനും എന്താണ് ഈ മിക്സ് ചെയ്തിരിക്കുന്ന ക്യൂബിന് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ സ്ലോ മോഷനിൽ ക്യൂബ് ഇല്ലാതെ ചെയ്യാൻ പോകുന്നത്. വാച്ച് ഇറ്റ് വെരി കെയർഫുള്ളി. ഇവിടെ ഒരു കവർ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ആ കവർ വെച്ച് തന്നെ ഞാൻ ചെയ്തു തരാം. സോ ഇതാണ് അതിൻ്റെ എൻവലപ്പ്. ഈ എൻവലപ്പിലോട്ട് വെക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തന്നെയാണ് അവരുടെ കൈയുടെ ബാക്കിലും സംഭവിക്കുന്നത്. വാച്ച്. സോ ദിസ് ഈസ് ദ തിങ്. അതായത് ഇതൊരു ഫാൾസ് കട്ടാണ്, ഇതൊരു ഫാൾസ് ഷഫ്ലിംഗ് ആണിത്. അതിലൂടെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ഇത് അവരുടെ കയ്യിൽ കൊടുത്തായിരിക്കില്ല ചെയ്യുന്നത്, അവരുടെ അടുത്തായിരിക്കില്ല പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി മിക്സ് ചെയ്യൂ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഗിമിക്ഡ് ക്യൂബുകളാണ്. ഗിമിക്കായിട്ടുള്ള ക്യൂബുകൾ നമ്മുടെ സ്റ്റോറുകളിലും മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഒൺലി ഫോർ മെൻ്റലിസം മാർക്കറ്റിലും. ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്യൂബാണെങ്കിൽ പോലും അത് കവറിലിട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി സോൾവ് ആവും. അത് കംപ്ലീറ്റ്ലി റിമോട്ടാണ്, കംപ്ലീറ്റ്ലി മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ക്യൂബാണ്. പക്ഷേ 90% ആൾക്കാരും അത് യൂസ് ചെയ്യാറില്ല. കാരണം അത് സ്റ്റേജിനോ ടെലിവിഷൻസിനോ ക്യാമറയ്ക്ക് വേണ്ടി മാത്രമാണ്. എല്ലാവരും ഈ നോർമൽ ക്യൂബ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ്ലി സോൾഡ് ആയിരിക്കുന്ന ഒരു ക്യൂബിനെ ശ്രദ്ധിച്ച് കാണുക, ശ്രദ്ധിച്ച് നോക്കുക, എൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ച് നോക്കുക. കംപ്ലീറ്റ്ലി സോൾഡ് ആയിരിക്കുന്ന ഒരു ക്യൂബിനെ 1 ഓക്കെ, കംപ്ലീറ്റ്ലി സോൾവ്. വൈറ്റ് എപ്പോഴും ഫേസ് ഡൗൺ ആയിരിക്കും കേട്ടോ. നമ്മളൊരു പ്രൊഫഷണൽ ഒരാൾ ക്യൂബ് സോൾവ് ചെയ്യുന്ന ഒരാൾ ക്യൂബ് എടുക്കുമ്പോഴത്തേനും നമ്മളിങ്ങനെ എടുത്ത് നമ്മളിത് ഷഫിൾ ചെയ്യുമ്പോഴേ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നവന് മനസ്സിലാവും ഇവൻ എന്നിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ലെന്ന്. അപ്പം നമ്മൾ ക്യൂബ് എപ്പോഴും ഹോൾഡ് ചെയ്യുമ്പോൾ വൈറ്റ്, ഈ സെൻറ്ററിലുള്ള വൈറ്റ് ഇതൊരിക്കലും മാറത്തില്ല. ഓക്കെ, വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും, ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂ ആയിരിക്കും, അതുപോലെ ഓറഞ്ചിൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള റെഡ് ആയിരിക്കും അതിനെപ്പോഴും ഓപ്പോസിറ്റ്. അത് നിങ്ങൾ എപ്പോഴും മറന്നു പോവുക. ഒരു ക്യൂബ് എടുക്കുമ്പോൾ ക്യൂബ് ഞാൻ സോൾവ് ചെയ്ത് തരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കരുത്. അപ്പോഴേ അവന് മനസ്സിലാവും ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ക്യൂബ് എപ്പോഴും ഈ വൈറ്റ് പോർഷൻസ്, ഈ സെൻട്രൽ നോക്കിയാൽ സെൻട്രൽ വൈറ്റ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ ക്യൂബ് പിടിക്കുന്നത്. ഇങ്ങനെയൊന്നും പിടിക്കരുത്, ക്യൂബ് ഇങ്ങനെ ആയിരിക്കും ക്യൂബ് ഇരിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടുള്ള ക്യൂബ് അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കണം. ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 2 3 4 ഇതാണ് ഇൻ്റർനാഷണലി ഉള്ള ഒരു ഫോൾസ് കട്ട് എന്ന് പറയുന്നത്. ക്യൂബിൻ്റെ 4 കട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റീഫൻ ബ്രൂണ്ടേജിൻ്റെ തന്നെയാണിത്. സോ ഇതാണ് ഇൻ്റർനാഷണലി ഉള്ളൊരു ഫോൾസ് കട്ട്. ഇത് ഈസി ആയിട്ട് നമുക്ക് തിരിച്ച് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് തിരിച്ച് ഈ പൊസിഷനിലോട്ട് ആക്കാൻ പറ്റും. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അതിരിക്കുന്നത്. ഈ 4 പോർഷൻസ് ഫേസ് ചെയ്തായിരിക്കും നമ്മളിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കും. ഇത് വീണ്ടും ഫോൾസ് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് 8 പ്രാവശ്യം. എനിക്കറിയാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, നിങ്ങൾക്കിത് കുറച്ച് പാടാണ് എന്നെനിക്കറിയാം. പക്ഷേ ഇത് മനസ്സിലാക്കുക. ഇവിടുന്ന് 1 2 3 4 5 6 7 8 സോ ഇത് അടുത്തൊരു ഫോൾസ് കട്ടാണ്. നമുക്ക് ഇവിടെ എത്തുമ്പോഴും എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് പാടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് ഇത്രയും കുറച്ച് സ്കില്ലുകളൊക്കെ പഠിച്ചിരിക്കുക. അതായത് ഇവിടെ എത്തിയ ഒരു ക്യൂബിനെ നമ്മൾ ഇങ്ങനെ ഫോൾസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുന്നേ വെച്ച് പറയാം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ പ്രാവശ്യം മിക്സ് ചെയ്യുമ്പോഴും ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് ഈ ക്യൂബ് കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ നമുക്കറിയാം ഇത് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതിനിങ്ങനെയാണ് 1 ഈ വിരൽ കൊണ്ട് 2 3 4 ഇതാണ് ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടിരിക്കുന്ന ക്യൂബിനെ 1 2 3 4
നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേനും ഇത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും കേട്ടോ നമ്മളിവിടെ സംഭവിക്കുന്നത്. ക്യൂബിനെ ഈ ഒരു പൊസിഷനിലാക്കി ക്യൂബിൽ കൊടുക്കുമ്പോൾ ഇതങ്ങനെ തന്നെ പിടിച്ചോ പ്ലീസ്. ഈ ഒരു മൊമെൻറ്റിൽ ക്യൂബ് നമ്മൾ കംപ്ലീറ്റ്ലി സോൾവ് ആക്കും. പാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു 3 ആഴ്ച നിങ്ങൾ ക്യൂബിൻ്റെ പുറകെ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് സിമ്പിളായിട്ട് നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതാണ് നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ആ ക്യൂബിൽ സംഭവിക്കുന്നത്. വാച്ച്, ക്യൂബ് ആദ്യം സോൾഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഫോൾസ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പറയുന്നത് ഓക്കെ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്യൂബ് ഉണ്ട്. നമുക്കറിയാം എവിടുന്ന് എങ്ങോട്ട് പിടിച്ചാൽ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. സോ ഇങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കും. സി കംപ്ലീറ്റ്ലി സോൾഡ് ആയിട്ടുള്ളൊരു ക്യൂബാണ്. മോളെ കൈ ഇങ്ങനെ പിടിച്ചേ, ഇത് മോളുടെ ബാക്കിലോട്ട് പിടിച്ചോ. എന്നിട്ട് ബാക്കി സ്ക്രിപ്റ്റ് ജസ്റ്റ് ഇമാജിൻ ആ ക്യൂബ് തന്നെ സോൾവ് ആവുന്നതായിട്ട്. വേറെ ഒന്നും ചെയ്യരുത് മോളെ, ഇങ്ങനെ തന്നെ പിടിക്കുക. സോൾവ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് തിരിച്ചെടുക്കുമ്പോഴത്തേനും ക്യൂബ് കംപ്ലീറ്റ്ലി സോൾവ് ആയിട്ടിരിക്കും. സോ ഇതാണ് ഇതിൽ മൾട്ടിപ്പിൾ പ്രസൻറ്റേഷൻ ഞാൻ നേരത്തെ ചെയ്ത പോലെ എൻവലപ്പിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ ക്യൂബ് നന്നായിട്ട് പഠിക്കാം. ക്യൂബ് പഠിച്ചതിന് ശേഷം ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് കാണിക്കാം. ക്യൂബ് അറിയാവുന്ന കുട്ടികളും കാണും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ക്യൂബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ഇത് കാണാൻ പറ്റും. ഇവിടുന്ന് 1 താഴത്തെ വിരലിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയോ 2 3 4 ക്യൂബ് കംപ്ലീറ്റ്ലി ഇവിടുന്ന് സോൾവ് ആവും. ഫോൾസ് കട്ട് ഒന്നുകൂടെ കാണിച്ചാൽ ഇങ്ങനെയാണ് ഫോൾസ് കട്ട്. 1 2 3 ഈ വിരൽ വെച്ച് 4. ഇത് സ്ലോ മോഷനിൽ നിങ്ങളൊന്ന് വീഡിയോ സ്ലോ മോഷനിലാക്കിയിട്ട് കാണുക. എന്നിട്ട് ഈ പൊസിഷനിൽ എത്തിയിട്ട് എനിക്കറിയാം കൊച്ചു പിള്ളേരൊക്കെ ഇത് സിമ്പിളായിട്ട് ഇപ്പോൾ ചെയ്യും. ഇവിടെ എത്തിയതിന് ശേഷമാണ് അവരെ ക്യൂബ് കാണിക്കുന്നത്. സി ക്യൂബിൻ്റെ എല്ലാ സൈഡുകളും മിക്സ്ഡ് ആണ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് നമുക്ക് സ്പീഡ് ചെയ്യാം. സി ക്യൂബ് എല്ലാം കംപ്ലീറ്റ്ലി മിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പൊസിഷനിലാണ്. സി മോളെ കൈ ഇങ്ങനെ തന്നെ പിടിച്ചോ, റൈറ്റ്, ഇങ്ങനെ തന്നെ വെച്ചോ. ജസ്റ്റ് ഇമാജിൻ കൈക്കകത്ത് ക്യൂബ് സോൾവ് ആവുന്നിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഗാഡ് ഇറ്റ്. ബാക്കി പ്രസൻറ്റേഷനാണ്. ബ്ലാ 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 ഓപ്പൺ. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സോൾവ്. സോ ഇതാണ് സ്റ്റീഫൻ ബ്രൂംബേജിൻ്റെ ക്യൂബ് എന്ന് പറയുന്ന എഫക്റ്റ്. സോ ക്യൂബ് നിങ്ങൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. ക്യൂബ് ലേലോ എന്ന് പറയുന്ന സൈറ്റിൽ ഈ ക്യൂബ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്യൂബ്സ് ഉണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്യൂബ്സുകളുണ്ട്. സോ ഈ ക്യൂബ്സുകൾ പർച്ചേസ് ചെയ്യുക. 200 rupees മാത്രമേ ഉള്ളൂ. സോ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പഠിക്കണം, തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. താങ്ക് യു. ഹലോ എവരിവൺ, സത്യ് ഫാരി ഹിയർ. സോ ഇന്ന് നമ്മുടെ ഇവിടെ മൈൻഡ് എക്സ്പെരിമെന്റിലെ ആക്ടർ ശില്പ മാർട്ടിനാണ്. മാം, വെൽക്കം ടു മൈ ഷോ. സോ മാം, ക്യൂബുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ക്യൂബുകൾ സോൾവ് ചെയ്യാൻ അറിയാമോ? ഓക്കെ, ഒരു ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ്. 2-3 മിനിറ്റുകൾ എടുക്കും അല്ലേ ഒരു ക്യൂബ് സോൾവ് ചെയ്യാനായിട്ട്. ആക്ച്വലി ലെറ്റ്സ് ട്രൈ എ മൈൻഡ് എക്സ്പെരിമെന്റ്. ഓക്കെ മാം, ഞാൻ ഈ ക്യൂബ് തരുമ്പോഴത്തേനും മാം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ക്യൂബ് സോൾവ് ചെയ്യുന്നതായിട്ട്. ജസ്റ്റ് കിട്ടി. കൈ ബാക്കിലോട്ട് പിടിച്ചേ. ആൻഡ് ലെറ്റ്സ് ട്രൈ ദിസ് മാം. കൈ സേഫ് ആയിട്ട് പിടിച്ചോ. ഇതിങ്ങനെ തന്നെ പിടിച്ചോ, ഒന്നും ചെയ്യരുത്. ഓക്കെ, ഇമാജിനേഷൻ്റെ ഒരു പവർ, ഞാൻ മനോഹരമായിട്ടുള്ള ഒരു പവർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, കണ്ണടയ്ക്കാം. മാം ജസ്റ്റ് ഇമാജിൻ ആ ക്യൂബിന് 6 സൈഡുകളുണ്ട് അല്ലേ. മാമിന്റെ കയ്യിൽ അത്രയും ഷഫിൾഡ് മിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ആ ക്യൂബ് മാമിന്റെ കയ്യിൽ ഇരുന്ന് തന്നെ സോൾവ് ആവുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. അതിന്റെ ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് വൈറ്റ് ലെയേഴ്സുകളാണ്. ഓക്കെ, വൈറ്റ് ലെയറുകളെല്ലാം ഓട്ടോമാറ്റിക്കലി സോൾവ് ആവുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. മാമിന് ചെറിയൊരു വൈബ്രേഷൻ അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്, റൈറ്റ്? മോട്ടറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ അതിൻ്റെ അകത്തെ യെല്ലോ സൈഡുകൾ കംപ്ലീറ്റ് ആവുന്നതായിട്ട് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അതിൻ്റെ അകത്ത് റെഡ് സൈഡുകൾ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. ആൻഡ് ദ യെല്ലോ സൈഡ്സ് ഇമാജിൻ ദെൻ ഓറഞ്ച്, ദെൻ ഗ്രീൻ, ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. തന്നെ ക്യൂബ് സോൾവ് ആവുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. അതായത് മെന്റലിസ്റ്റുകൾക്ക് 2-3 മിനിറ്റ് എടുത്ത് സോൾവ് ചെയ്യേണ്ട കാര്യം ജസ്റ്റ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇമാജിൻ ചെയ്തല്ലോ അല്ലേ, മനോഹരമായിട്ട് ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂബ് ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ടായിരിക്കും. വളരെ സ്ലോലി ഫ്രണ്ടിലേക്ക് ആ ക്യൂബിനെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂബിനെ ഒന്ന് കൊണ്ടുവന്ന് സ്ലോലി. That's the cube. It's completely solved. എല്ലാ സൈഡുകളും സോൾവ് ആണ് അല്ലേ, ടോട്ടലി സോൾവ് ആണ്, റൈറ്റ്? Give us a gift is for you. Please. Oh, thank you so much.
താങ്ക് യു സോ മച്ച്. Thank you. കൂടുതൽ മൈൻഡ് എക്സ്പീരിയൻസിന് നമ്മുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്യാം. പ്ലീസ് ഗോ ആക്റ്റീവ്. താങ്ക് യു. ദാറ്റ്സ് ഇറ്റ്.